ഇത് LG അൾട്രാ സ്ലിമിൻ്റെ ടി വി ആണ്, 21 ഇഞ്ച്. ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ സ്ക്രീനില്ല, ഫിലമെൻറ്റ് കത്തി നിൽപ്പുണ്ട്. അതായത് ട്യൂബിൻ്റെ ബാക്കിലുള്ള ഫിലമെൻ്റൊക്കെ കത്തി നിൽപ്പുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ സ്ക്രീൻ വരുന്നില്ല. LOT ഫുൾ വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. ഓക്കെ, സ്ക്രീൻ ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ് LOTയിൽ. പക്ഷേ എന്നിട്ട് എന്താണ് സ്ക്രീൻ വരുന്നില്ല. ട്യൂബിൽ എന്താണ് സ്ക്രീൻ വരുന്നില്ല. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ബേസ് ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരും, മെയിൻ ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വരും. ഓക്കെ, ഇപ്പോൾ ഇതാ ഓഫ് ചെയ്യുമ്പോൾ എന്താണ് നടുക്കൊരു സ്പോട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? ഓഫ് ചെയ്യുമ്പോൾ സെൻട്രലായിട്ടൊരു സ്പോട്ട് ഇങ്ങനെ വന്നിട്ട് പോകുന്നുണ്ട്. അത് മാത്രമുണ്ട്, ബാക്കി വേറെ സ്ക്രീനൊന്നും വരുന്നതുമില്ല. ഇതാ ഇപ്പോൾ വീണ്ടും സ്പോട്ട് വന്നിട്ട് പോയി. ഇപ്പോൾ TV ഓഫ് ചെയ്യുമ്പോൾ സ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോർഡും ബേസ് ബോർഡും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് പ്രോബ്ലം എന്ന്. ബോർഡ് ചെക്ക് ചെയ്തപ്പോഴാണ് പിന്നെ കണ്ടത് ഇവിടെ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗ് വന്നിട്ട് ദ്രവിച്ച് ഒടിഞ്ഞതിപ്പോണ്ട്. 250 വോൾട്ട് 4.7 MFൻ്റെ കപ്പാസിറ്ററാണത്. ഓക്കെ, ഇതിങ്ങനെ ദ്രവിച്ച് ഒടിഞ്ഞതിപ്പോണ്ട്. ഈ ഒരു കാരണം കൊണ്ടും ഇങ്ങനെ സ്ക്രീൻ വരാതിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരേണ്ട കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ റീട്രേസ് ലൈനായിട്ടാണ് കംപ്ലൈൻറ്റ് വരേണ്ടത്. ഓക്കെ, പിന്നെ ഇതാ ഈ ഒരു സോക്കറ്റ് ഉണ്ട്. ഈ 3 വയർ ബേസ് ബോർഡിലോട്ട് പോകുന്നുണ്ട്. ഇതിൽ ആ നീല വയർ കണ്ടില്ലേ, അത് 200 വോൾട്ട് ബേസ് ബോർഡിലോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സോക്കറ്റിന് ഒരു ഫ്രീ പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ ആ നീല വയറിൻ്റെ എന്താണ് അടിയിലൊരു ചെറിയ കമ്പി പോലെ ഉണ്ട്, അത് ഒടിഞ്ഞ് നിൽപ്പുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഫ്രീ പ്ലേ ആവുന്നത്. അപ്പോൾ 200 വോൾട്ടിലോട്ടുള്ള ഒരു ബന്ധം അവിടെ എന്താണ് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഇത് ഡയറക്റ്റ് വയർ കട്ട് ചെയ്ത് അടിയിൽ സോൾഡർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതാ ചെക്ക് ചെയ്ത് കാണിച്ചിരുന്നത്. ഇപ്പോൾ മീറ്റർ ബസറിലോട്ട് ഇട്ടിട്ട് ബേസ് ബോർഡിലോട്ട് പോകുന്ന 200 വോൾട്ടിൻ്റെ പിൻ പോയിൻ്റ് ഉണ്ട്, അവിടെ അതാ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ ബസറൊന്നും കേൾക്കുന്നില്ല. ഇനി അതിൻ്റെ അടുത്ത ലെഗ് വന്നിട്ട് ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ അവിടെ ബസർ കേൾക്കും, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇവിടെ ബസർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ കാല് ഓക്കെയാണ്. ഇനി അതിൻ്റെ അടുത്ത കാല് അതും ഇതാ കറക്റ്റായിട്ട് ബസർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന 3 വയറിൽ 2 വയറിൽ മാത്രമേ എന്താണ് ആ ഒരു കണക്ഷനുള്ളൂ. ആ 200 വോൾട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന നീല വയറിൻ്റെ എന്താണ് കണക്ഷൻ ലൈൻ കട്ടാണ്, ബോർഡിൽ തന്നെ കട്ടാണ്. അപ്പോൾ അത് പിടിച്ചെന്താണ് കട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് അതിൻ്റെ ബോർഡിൻ്റെ അടിയിൽ ഡയറക്റ്റ് കൊടുക്കണം. ഓക്കെ, ഇവിടെ പോയി 200 വോൾട്ടിൻ്റെ ലൈൻ കറക്റ്റായിട്ട് ബോർഡിലോട്ട് എന്താണ് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, മീറ്റർ ബസറിലോട്ടിട്ട് ഇതാ ഇപ്പോൾ കറക്റ്റായിട്ട് ബസർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ എന്താണ് കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇത് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ബസർ കേൾക്കില്ലായിരുന്നു, ഇപ്പോൾ കറക്റ്റ് ബസർ കേൾക്കുന്നുണ്ട്. അത് എന്താ കട്ട് ചെയ്ത് ആ സോക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത് ഡയറക്റ്റ് ആ ബോർഡിൻ്റെ അടിയിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം വന്ന് ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഒരു എന്താണ് ഈ ഒരു ലൈൻ കട്ടായിരിക്കുമ്പോഴും ആ ഒരു കപ്പാസിറ്റർ ഡാമേജ് ആയിരിക്കുമ്പോഴും റീട്രേസ് ലൈനുള്ള കംപ്ലൈൻ്റ് ആണ് വരേണ്ടത്. പിന്നെ ചില TV ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലതിൽ സ്ക്രീൻ വരില്ല, ചിലതിലാണെങ്കിൽ റീട്രേസ് ലൈൻ വരും. ചിലത് റീട്രേസ് ലൈൻ വന്നിട്ട് എന്താണ് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു നോക്കുമ്പോൾ സ്ക്രീൻ വരാതിരിക്കും. അപ്പം അങ്ങനെ പല രീതിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതായാലും ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ TV ഓൺ ചെയ്ത് നോക്കാം സ്ക്രീൻ വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് സ്ക്രീൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, 2 സൈഡും വന്നിട്ട് നിറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ സൈഡും പിന്നെ അപ്പുറത്തെ സൈഡ് കുറച്ച് നിറയുണ്ട്, പിന്നെ മുകളിലും കുറച്ച് നിറയുണ്ട്. ഇതിപ്പോൾ സർവീസ് മോഡ് എടുത്ത് നിറയ്ക്കാൻ പറ്റുമോ നോക്കാം. അൾട്രാ സ്ലിമിൻ്റെ TV ആയതുകൊണ്ട് തന്നെ എന്താണ് ചിലപ്പം സർവീസ് മോഡിൽ നിറഞ്ഞേക്കും. പിന്നെ മുകളിലുള്ളതും താഴെ ഉള്ളതും ഉറപ്പായിട്ട് എന്താണ് നിറയ്ക്കാൻ പറ്റും. പിന്നെ 2 സൈഡുമാണ് എന്താണ് ഒരു കൺഫ്യൂഷൻ, നിറയ്ക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ സർവീസ് മോഡ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ സർവീസ് മോഡ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ മുകളിലും താഴെയും മാത്രം നിറയ്ക്കാൻ പറ്റൂ, 2 സൈഡിലുള്ളതും നിറയ്ക്കാൻ പറ്റുന്നില്ല. EW എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് 2 സൈഡിലും നിറയ്ക്കേണ്ടത്. പക്ഷേ ആ ഓപ്ഷൻ വർക്കാവുന്നില്ല. വർക്കാവാത്തത് കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോർഡിൽ ചിലത് കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ടും വർക്കാവത്തില്ല, അങ്ങനെയും വരും. പക്ഷേ എന്താണ് ഇത് കംപ്ലൈൻ്റ് അല്ല എന്നാണ് തോന്നുന്നത്. ഈ ഒരു കപ്പാസിറ്റർ വന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഒന്ന് എന്താണ് കുറച്ച് ഇടേണ്ടി വരും.
അപ്പോൾ കറക്റ്റായിട്ട് നിറയും. അപ്പോൾ സാധാരണ അൾട്രാ സ്ലിമ്മിൻ്റെയും ടി വികളിൽ EW എന്നൊരു സെക്ഷൻ വർക്ക് ആവേണ്ടതാണ്. പിന്നെ ചിലത് എന്താണ്, ഇപ്പം എന്താ പറയുക, ചിലപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ. എനിക്ക് തോന്നുന്നത് ഇതെന്താണ്, കംപ്ലൈൻ്റ് ആയിരിക്കില്ല. ചിലത് വർക്കാവാത്ത കംപ്ലൈൻ്റ് ആയിട്ട് വരും, ഇത് കംപ്ലൈൻ്റ് ആയിരിക്കില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ കുറച്ചിടാം. അതല്ല എങ്കിൽ ഇപ്പോൾ മോഡികൾ വെക്കേണ്ടി വരും. മോഡികൾ വെച്ചിട്ട് പവർ സപ്ലൈ വോൾട്ടേജ് കയറ്റി നിറയ്ക്കേണ്ടി വരും. ഇപ്പോൾ എന്തായാലും ഈ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. 56-3J 630 വോൾട്ടിൻ്റെ ഫ്ലൈ ബാക്ക് കപ്പാസിറ്ററാണ്. ഇപ്പോൾ സൈഡ് നിറയ്ക്കാനുള്ളതാണ്. ഇത് മാത്രമല്ല വേറെയും ഉണ്ട് ഒരു കപ്പാസിറ്റർ 24J എന്നൊക്കെ പറഞ്ഞിട്ട് 630 വോൾട്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചേഞ്ചസ് വരുത്തണം. ഈ ഒരു കപ്പാസിറ്ററിലെ ചേഞ്ചസ് വരുത്താൻ പറ്റൂ. പിന്നെ ഇടാൻ പോകുന്ന 473 ആണെന്ന് തോന്നുന്നത്. 473J 630 വോൾട്ട്. അപ്പം അത് 56-3J ആയിരുന്നു, 473. അപ്പോൾ വോൾട്ടേജ് ഒന്ന് കുറച്ച്, വാല്യൂ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഏതായാലും ഇട്ട് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. ഇനി സൈഡ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് ഓൺ ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. ചിലതാണെങ്കിൽ നിറച്ചെടുക്കാൻ നല്ല പാടാണ്, ചിലത് എന്താണ് പെട്ടെന്ന് നിറയും. ഇത് ഒരു ശകലം കൂടെ നിറയാറുണ്ട്, കണ്ടില്ലേ? പക്ഷെ അപ്പുറത്തെ സൈഡ് കറക്റ്റായിട്ട് ഫുള്ളാണ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൈഡ് കുറച്ചുകൂടെ നിറയുണ്ട്. അതൊരു മാഗ്നറ്റ് വെച്ച് കൊടുക്കാം കോയിലിൽ. അപ്പോൾ ഇതാണ് മാഗ്നറ്റ്, 2 മാഗ്നറ്റ്, ഒരു വലിയ മാഗ്നറ്റും ഒരു ചെറിയ മാഗ്നറ്റും. ഇത് കോയിലിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഭയങ്കര രീതിയിലൊന്നും നിറയില്ല, ചെറുതായിട്ടൊന്നും നിറയും. ഓക്കെ, ചിലത് ഫുള്ളായിട്ട് നിറയും. സാംസങ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ചെറുതായിട്ട് നിറയാതൊക്കെ ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിറഞ്ഞോളും. ഇപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഒരു പൊടിക്കും കൂടെ നിറയാവുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഏതായാലും എന്താണ്, ഇത്രയിൽ വെച്ച് നിർത്തി വയ്ക്കാം. വേറെ ഒന്നുമല്ല, ഇനി കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ വോൾട്ടേജ് എന്താണ്, അതായത് കുറച്ചുകൂടെ വാല്യൂ കുറച്ചുള്ള കപ്പാസിറ്റർ ഇടേണ്ടി വരും. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ചിലപ്പോൾ നിറഞ്ഞു പോകും. ശകലം കൂടെയൊക്കെ നിറയുള്ളൂ. ഇനിയിപ്പോൾ എന്താണ്, അങ്ങനെ എങ്ങനെ ഇരിക്കട്ടെ, വേറെ ഒന്നും ചെയ്യണ്ട, അങ്ങനെ വെച്ച് അടച്ചങ്ങ് വയ്ക്കാം. പിന്നെ പടകിടുമ്പോൾ എന്താണ് വലുതായിട്ടൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും കംപ്ലൈൻ്റൊക്കെ സോൾവ് ആയിട്ടുണ്ട്.